മഹാമായി രക്ഷിക്കണേ. ഞങ്ങളുടെ പാരമ്പര്യത്തിന്റെ അഭിമാനമേ, ഞങ്ങളുടെ പാരമ്പര്യത്തിന്റെ അഭിമാനമായ തോക്കെവിടെ പോയി? എവിടെ പോയി? അയ്യോ, ചിലപ്പോ ഇതൊരു സ്വപ്നമായിരിക്കും. ലക്ഷ്മി, എന്താ പറ്റിയത്? ഇത്ര പ്രായമായിട്ടും കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി എന്താ ചെയ്യാ? നെക്കിലൂടെ വീടിന് മുന്നിലൂടെ ഒരു ഭിക്ഷകാരൻ പോയാലും അകത്ത് വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്ന പരമ്പര എന്റേത്. അങ്ങനെയുള്ള കുടുംബത്തിലെ നിന്റെ ഭർത്താവ് സംസാരിക്കുമ്പോ വകവയ്ക്കാതെ പോകുന്നോടി. അയ്യോ, എന്റെ തോക്ക് കാണുന്നില്ലെന്നാ പറഞ്ഞത്. അത് ശരിയാ, ഞാനാണല്ലോ 4 മണ്ടന്മാരെയും കുട്ടി തോക്കെടുത്തുകൊണ്ട് വേട്ടയ്ക്ക് പോകുന്നത്. തോക്ക് കാണാതെ പോയതിനെ എന്നെ ചടിച്ചിട്ട് കാര്യമില്ല. എടി, ഞാനിവിടെ തോക്ക് കാണാത്തതിന്റെ ടെൻഷനിൽ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോൾ അവളുടെ ഒരു എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളെ കുറിച്ച് നീ എന്താടി പറയുന്നത്? അവരെന്റെ കളിക്കൂട്ടുകാരാടി. അവരെ കുറിച്ച് നിനക്ക് എന്താടി അറിയാം? ശിവശങ്കര ഗൗണ്ടറുടെ തല. നിക്ക്, നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ? എടി വിവരദോഷി, തോക്ക് കാണാല്ലെന്ന് പറഞ്ഞ എന്റെ കയ്യിലുള്ള ലൈസൻസ് കൂടി അവരില്ലാതാക്കും. പൊടി പോവാൻ. കിട്ടി. തോക്ക് കുറച്ചും കൂടി മുന്നോട്ട് പിടിക്ക് പ്രസിഡന്റ്. മുന്നോട്ട് വന്ന എന്റെ കൈ പൊള്ളും. ചുട്ടെടുക്ക്, നല്ലോണം ചുട്ടെടുക്ക്. മുത്തച്ഛൻ ഇങ്ങനെ തോക്കും പിടിച്ച് സ്റ്റൈലായി നിന്നോ? ഇപ്പൊ എന്റെ അവസ്ഥ കണ്ടില്ലേ? ഇനി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എന്താ കാര്യം? ലക്ഷ്മി, നിനക്ക് എന്നെ അത്രമാത്രം ഇഷ്ടമാണോ? നിങ്ങൾ ഒരു വേട്ടക്കാരനാണെന്ന് തെളിയിക്കുന്ന ഒരു അടയാളത്തിന് ആകെ ഒരു ഫോട്ടോയുള്ളൂ. തോക്ക് കയ്യിലില്ലാതെ പിന്നെ ഞാൻ എന്ത് വേട്ടക്കാരനാ ലക്ഷ്മി? ഒരാണിനെ ഈ ലോകത്ത് എന്തൊക്കെ തന്നെ ഉണ്ടായാലും അച്ഛന്ന് വിളിക്കാൻ ഒരു കുഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ലക്ഷ്മി? എന്ത് പറ്റി അച്ഛാ? ഡബിൾ ബാരൽ കണ്ടോ നീ? അതാ പൃഥ്വിരാജിന്റെ പടമല്ലേ ഗണ്ണം പിടിച്ചോണ്ട് നിൽക്കുന്നേ? അതെനിക്ക് കാണാൻ പറ്റില്ല. തോക്ക് കാണാനില്ല. പൊടി പോ. ശിവശങ്കര ഗൗണ്ടറുടെ വെടി തീർന്നേ. എന്താ ഇത്? നടന്നതൊക്കെ നടന്നു, അതങ്ങോട്ട് വിട്ടേക്ക്. അങ്ങനെ വിട്ടുകളയാൻ പോയത് നീയല്ലോ, എന്റെ തോക്കല്ലേ ലക്ഷ്മി? എന്റെ തോക്ക്. ഇതാ ഈ കാപ്പി കുടിക്ക. നിങ്ങളുടെ കൂട്ടുകാര് വരുന്നുണ്ട്, അവരോട് ചോദിച്ചു നോക്ക്. ഉമ്മാരും വന്നോ? നോക്കടാ, എന്താ ഗൗണ്ടറെ തലയില് മുണ്ടിട്ടിരിക്കുന്നത്? സ്റ്റൈല്. സിനിമയില് ഹീറോയിൻസ് ഒക്കെ സ്റ്റൈല് കാണിക്കാൻ എന്തൊക്കെ വേലത്തരങ്ങളാ കാട്ടിക്കൂട്ടുന്നത്. പക്ഷേ തലയിൽ ടവല് വിട്ടിരിക്കുന്ന നമ്മുടെ കൗണ്ടറിന്റെ സ്റ്റൈലിന്റെ മുമ്പിൽ അവരുടെ സ്റ്റൈലൊക്കെ സുല്ലു പറയാ. എന്താ കൗണ്ടറെ, വല്ലാത്ത ക്ഷീണം പോലെ തോന്നുന്നുണ്ടല്ലോ? ശരീരത്തിന് വല്ല കുഴപ്പമുണ്ടോ? സാധാരണ ആണുങ്ങളുടെ ഈ വെളുപ്പിനുള്ള ക്ഷീണത്തിന് കാരണം വേറെയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ കൗണ്ടർ ഈ പ്രായത്തിൽ ഇത്രയും ക്ഷീണിച്ചെങ്കിൽ അതിന് കാരണം ഇന്നലെ രാത്രിയിലെ വേട്ട തന്നെയാ. അമ്പട കൗണ്ടറുടെ ഈ മുഖം കണ്ടിട്ട് നല്ല ഒന്നാം തരം മാന്യ കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ. മാംസത്തിന്റെ മണം പരിമളം പോലെ പറന്നു. ചാണകത്തിന്റെ നാറ്റം നിനക്ക് മാനർച്ചിയുടെ വാസനയായിട്ട് തോന്നുന്നുണ്ടല്ലേ? എന്റെ തോക്ക് കാണാതെ പോയടാ മണ്ടംകുണപ്പന്മാരെ. ഗൗണ്ടറെ, അതെ കൃഷ്ണേട്ടാ, എന്റെ തോക്കാരോ മോഷ്ടിച്ചോണ്ട് പോയി. ഗൗണ്ടർ വിഷമിക്കണ്ട, 1.5 മണിക്കൂറിനുള്ളിൽ അവൻ ആര്, അവന്റെ നാട്, അവന്റെ ജാതകം എല്ലാം ഞാൻ മുമ്പിലെത്തിക്കും. ഗൗണ്ടർ വിശ്വരൂപം കാട്ടാൻ തയ്യാറായിക്കോ? തലവേദനക്കുള്ള ഒരു ഗുളിക വേണം. 10 രൂപ ദാ പിടിച്ചോ. നോക്ക്, ഇതുപോലെ പൂച്ചയെ പോലെ ശബ്ദം ഉണ്ടാക്കുന്ന അത്ര ശരിയില്ല കേട്ടോ. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ പറ, കഴുതയെ പോലെ കരയാം. ഈ ജന്മത്തിൽ നിങ്ങൾ നന്നാവാൻ പോകുന്നില്ല. അതിന് ഞാൻ നന്നായിട്ട് ഈ നാട്ടിലെ CM ഒന്നും ആകാൻ പോകുന്നില്ലല്ലോ. അല്ല, നിന്റെ അച്ഛൻ ഒരേ കരച്ചിലാന്ന് കേട്ടു. അമ്മ കരണക്കുറ്റിക്ക് തല്ലിയോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. പൂച്ച കണ്ണടച്ച് പാല് കുടിച്ച കഥ പോലെ ഇത്. നാട് മുഴുവൻ പാട്ടായി. അത് ശരിയാ, ഏതോ ഒരു കള്ളൻ എന്റെ അച്ഛന്റെ തോക്കും മുടിച്ചോണ്ട് പോയി. അവന്റെ പാന്റ് നാട്ടുകാരുടെ മുമ്പിൽ ഉരിഞ്ഞു പോണം. അവന് ചുഴലിയും വരണം, ദേഹം മുഴുവനും വരട്ടി ചോറിയും പിടിച്ച് അവനിങ്ങനെ ചൊറിഞ്ഞു എന്തിനാ ഇങ്ങനെയൊക്കെ ശപിക്കുന്നേ? അയാൾ ചിലപ്പോ നിനക്ക് വേണ്ടപ്പെട്ട ആളാണെങ്കിലോ? എനിക്ക് വേണ്ടപ്പെട്ടവനോ? ഇറ്റ്സ് മീയാ. നിങ്ങളോ? ഇവള് പാര വെക്കോ? നമ്മൾ രണ്ടുപേരും തനിച്ചിവിടെ സംസാരിക്കുന്ന ആരെങ്കിലും കണ്ടാ മോശമാ. അതിനിപ്പോ കൂൾ ഡ്രിങ്ക്സ് കുടിച്ചോണ്ട് സംസാരിക്കാം, അപ്പൊ ഒരു മോശമില്ല. കൂൾ ഡ്രിങ്ക്സോ? നോക്ക്, മര്യാദയ്ക്ക് ആ തോക്ക് തിരിച്ചു വെച്ചേക്കെ, ഇല്ലെങ്കിൽ ഞാൻ അച്ഛനോട് പറയും. ചെന്ന് പറയടി.
നിന്റെ അച്ഛൻ എന്നെ അടിക്കാൻ വേണ്ടി ആളെ അയച്ചില്ലേ? എന്താ എന്റെ അച്ഛനെ അടുപ്പിച്ചെന്നോ? അത് കളമോളെ, ഇത് ഞങ്ങൾ അമ്മായി അച്ഛനും മരുമോനും തമ്മിലുള്ള പ്രശ്നമാ. നമുക്കിപ്പോ നമ്മുടെ കാര്യത്തെ കുറിച്ച് മാത്രം നോക്ക്, സംസാരിക്കാം. ഞാൻ അവസാനമായിട്ട് പറയാ, ആ തോക്ക് തിരിച്ചു വെച്ചേക്ക്. അച്ഛൻ അറിഞ്ഞ പ്രശ്നമാവും. എടി, നീ ചൂടായിട്ട് ഇങ്ങനെ പോയാലെങ്ങനെ? ഒരു കൂൾ ഡ്രിങ്ക്സ് മേടിച്ചിട്ട് പോ. അവളുടെ അച്ഛനോട് പോയി ചോദിക്കും, നിനക്ക് നല്ല തണുത്ത ബിയർ വാങ്ങിച്ചു തരും. ആരാ ഇത്? ബഗർ രാമചന്ദ്രൻ പിള്ളയാണോ? അല്ല, ബെഗർ ചന്ദ്രശേഖരൻ പിള്ള. നീ അതിനിടയ്ക്ക് പേരും മാറ്റിയോ? എന്നെ കൂടെ ഒന്നും പറയിക്കല്ലേ. എന്തിനാളിയാ ടെൻഷൻ അടിക്കുന്നത്? നമ്മളൊക്കെ ഒന്നല്ലേ? അവളുടെ അച്ഛനാണെങ്കിൽ അണ്ടി പോയ അണ്ണാനെ പോലെ നാട് മുഴുവൻ നടക്കുക. നീ ആണെങ്കിൽ എപ്പോഴും അവളുടെ പുറകെ വാലാട്ടി നടക്കുക. ഈ ചുറ്റിക്കളി എങ്ങാണോ അയാളുടെ ചെവിയിൽ എത്തിയാലുണ്ടല്ലോ, എവിടെ പോയി മുട്ടുവോ എന്തോ. എവിടെയെങ്കിലും ചെന്ന് മുട്ടട്ടെ കളിയാ. ഹലോ എടാ മോനെ, നല്ലൊരു കോൾ ഒത്തു വന്നിട്ടുണ്ട്. പണിയെടുക്കാതെ ഭക്ഷണം കഴിക്കാം. ഇത്രയും നാള് നിങ്ങൾ പണി എടുത്തിട്ടാണോ ഞണ്ടിക്കൊണ്ടിരുന്നത്? അതല്ല മോനെ, ഞാൻ പറഞ്ഞു വരുന്നത്. കൂടുതലൊന്നും പറയണ്ട. ഇപ്പൊ അങ്ങോട്ട് വന്നാ പോക്കറ്റ് മണിക്കുള്ള കാശ് കിട്ടും. അല്ല, 4 പേരും ഒന്നിച്ചുള്ള വഴിപാടാണല്ലോ. 4 പേർക്ക് ഒരേ സമയത്ത് സന്താന സൗഭാഗ്യം ഉണ്ടാകാനായിരിക്കും. ചുമ്മാ അതിരി മോനെ, കസ്റ്റമർ ഈസ് ഗോഡ്. ഹലോ, ഏതോ ഒരു തെണ്ടി നമ്മുടെ ഗവർണറിന്റെ വീട്ടിനകത്ത് കയറി അദ്ദേഹത്തിന്റെ തോക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയി. അവൻ ആരെന്ന് കവിട നിരത്തി കണ്ടുപിടിക്കാനാ ഞങ്ങൾ വന്നത്. അവൻ ആറൊന്നും അറിഞ്ഞോട്ടെ, വെട്ടി തുണ്ടാക്കും ഞാൻ. അവന്മാര് ഭയങ്കര ചൂടില്ല. എടാ, നീ നിന്റെ അച്ഛനും കൂടെ ചേർന്ന് എന്നെ കുഴി ചാടിക്കാൻ നോക്കണം. പ്രസന്റെ ഒരു കാര്യമുണ്ട്, ഞാനും എന്റെ അച്ഛനും തമ്മി പാരപണിയും. പക്ഷെ മറ്റുള്ളവർക്ക് ഞങ്ങൾ പാരപണിയാറില്ല. തന്നെ സ്വാഹ. 2 2 4, 4 വിശ്വാസം. നിങ്ങളുടെ തോക്ക് 2 പേര് ചേർന്നാണ് മോഷ്ടിച്ചിരിക്കുന്നത്. തോക്ക് കൊണ്ട് അവർ പല കളികളും കളിച്ചിട്ടുണ്ട്. സെക്രട്ടറി, എല്ലാം കൃത്യമായിട്ടുള്ള പറയുന്നത്. പ്രസിഡന്റ്, എന്റെ അച്ഛൻ കല്ലില് ദോശ കൃത്യമായിട്ട് പരത്തും. പക്ഷെ അത് മറിച്ചിടാൻ അറിയില്ല. 3 3 6. അല്ല, പറ്റില്ലെന്നാണല്ലോ പറയുന്നത്. കണ്ടില്ലേ? ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറ. ശരിക്കും നിന്റെ അച്ഛന്റെ ദേഹത്ത് പാട് കയറിയോ? ഇതൊക്കെ ഒരു അടവല്ലേ. അടുത്ത് എന്താ പറയണ്ടേന്ന് ആലോചിക്കാം. മീശ മുനീശ്വരൻ കോപത്തിലാ. പരിഹാരം ചെയ്യണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം. കൈക്കൂലിയോ? എന്താടാ ഇത്? ഓണം സ്പെഷ്യലാ, ഓൺലൈൻ ഷോപ്പിംഗ്. നമ്മുടെ സ്വാമിക്ക് ഷർട്ടും മുണ്ടും, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സിൽക്ക് സാരി, പിന്നെ ഒരു ഡസൻ വള. അവന്റെ മൂത്ത മകന് 4 ജോഡി ജോക്കി അണ്ടർവയർ. അവന്റെ രണ്ടാമത്തെ പുത്രന് ജീൻസ് പാന്റും ടീഷർട്ടും. പിന്നെ 3ാമത്തെ മോന് ബെൽബോട്ടം പാന്റും ബ്രാൻഡഡ് ഷർട്ടും. ഇതൊക്കെ കൊടുത്ത മീശ മുനീശ്വരൻ എല്ലാം തുറന്നു പറയും. എടോടോടോ, ഒക്കെ കൊടുക്കാടോ. തോക്കെടുത്തത് ആരാണെന്ന് ആദ്യം പറയ്. എന്താണ് സ്വാമി? വലത് കൈയിൽ മറകുള്ളവനാ തോക്ക് മോഷ്ടിച്ചിരിക്കുന്നതെന്ന് മുനീശ്വരൻ പറയുന്നു. എന്തിനാ കരയുന്നേ? എന്താടാ? നീ പറഞ്ഞാളെ കണ്ടുപിടിച്ച് അവന്റെ കൈ വെട്ടി ആ കൈയും നിനക്ക് തരാനുള്ള കൈക്കൂലിയുമായി ഞങ്ങൾ ഇങ്ങോട്ട് വരും. വട പോവാം. സ്വാമിജി വരട്ടെ. വെറുതെ ആവശ്യമില്ലാതെ എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. ഇവന്മാര് പണി തന്നിട്ട് പോയല്ലോ. നിലവിളിക്കണ്ട. ഇവന്മാരല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരും. നിനക്ക് ജോക്ക് ചട്ടി ഞാൻ വാങ്ങിത്തരടാ. ഒന്ന് പോടാ അച്ഛാ, എനിക്കിട്ട് തന്നെ പണിതല്ലേ. എന്റെ കയ്യിലല്ലേ മറുക്. നിന്റെ കയ്യിലാണോ ആ മറുക്? എവിടെയോ കണ്ടതായ ഒരു ഓർമ്മ. അതാ ഞാൻ അടിച്ചു വിട്ടത്. അതിനെന്നെ മാത്രമേ കണ്ടല്ലോ. ഞാനല്ല പറഞ്ഞത്, മുനീശ്വരൻ. കവടി ഒരു മുനീശ്വരൻ. ഓട്ട മോനെ, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ തന്നെ തിരിച്ചെടുപ്പിക്കാം. എന്റെ മീശ മുനീശ്വര, വാ നമുക്ക് നാട്ടിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. കമോൺ. ശരിക്കറിയല്ലേ? ഏയ് ശിവശങ്കര ഗൗണ്ടറെ, തോക്ക് കട്ടവന്റെ കയ്യില് മറുകണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്റെ മകന്റെ കയ്യിൽ ഒരു മറുകണ്ട്. അതുകൊണ്ട് എന്റെ മകനെ നിങ്ങൾ സംശയിക്കല്ലേ. ആ തോക്ക് എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് മര്യാദക്ക് പറ. സത്യമായിട്ട് ഞാനല്ല തോക്ക് മോഷ്ടിച്ചത്. സാക്ഷാൽ മുനീശ്വര സ്വാമി പറഞ്ഞതാ, തോക്ക് കെട്ടവന്റെ കയ്യിൽ മറുകണ്ട. അതെ, മുനീശ്വരൻ വലിയ CBI ഓഫീസറല്ലേ. എല്ലാം എന്റെ അച്ഛന്റെ നമ്പറുകളാ. ഏതെങ്കിലും ദൈവം ജട്ടി വേണം, പാൻറ് വേണം എന്നൊക്കെ പറയുവോ? അയാളുടെ വാക്ക് കേട്ട് നിങ്ങൾ എന്നെ അടിക്കാൻ നോക്കിയാലോ? കുറച്ച് സമയം കൂടെ നിങ്ങൾ അവിടെ ഇരുന്നെങ്കിൽ നിങ്ങളുടെ ഇനോവ കാറും അയാൾ വഴിപാടായിട്ട് ചോദിച്ചേനെ. വാ അമ്മേ, നമുക്ക് ഒന്നുകൂടെ അന്വേഷിച്ച് നോക്കാം. ഞാൻ നോക്കിയതാ മോളെ, എങ്ങും കാണാനില്ല. ഒന്നുകൂടെ നോക്കുന്നില്ല, എന്താ തെറ്റ്? ശരി, വാ, നോക്കാം. നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? എന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, ഞാനാ അവന്റെ കൂടെ പോയത്. എടാ കൊരങ്ങിന്റെ മകനെ മര്യാദക്ക് പറ.
അവൻ കാഴ്ചക്ക് കരിവീട്ടിയുടെ കടകത്തെ പോലെ കറുത്തിരിക്കും. ആ അവന്റെ കണ്ണ് കണ്ട ചെമ്പോത്തിനെ പോലെ ചുമന്നിരിക്കും. അവന്റെ മുടി കണ്ട മുള്ളമതിയെ പോലെ. ഡേ, അവൻ ആരെ പറ്റിയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി പിടിച്ചോണ്ട് വാടാ. ചവിട്ടി അവന്റെ നടുവൊടിക്ക് ഞാൻ. കൃഷ്ണേട്ടാ, അവൻ പറയുന്നത് നിങ്ങളെ കുറിച്ചാ. അടിയടാ അവനെ. ഓ ഇവിടെ എങ്ങും ഇല്ല മോളെ. അമ്മേ, ആ സ്ലാബിന്റെ മുകളിൽ നോക്കി. ഇവിടെ എടുത്തു വെച്ച പോലെയാണോ പറയുന്നത്? ഓ ദാ നോക്കി, തോക്ക് കിട്ടി. അയ്യോ അയ്യോ, അവനെ വിട്ടേക്ക്. ചേട്ടാ, ഇത്ര നേരം പട്ടിയെ പോലെ അടിച്ചില്ലേ? ഈ കേട്ടത് അഴിച്ചുവിട്. അഴിച്ചുവിട് ചേട്ടാ. നിന്നെ കിട്ടിയാലേ അയച്ചു തരാൻ പറ്റൂ. ആര് പോടാ. അല്ല, ഇന്നലെ ഞാനും നോക്കിയതാണല്ലോ, എങ്ങും കണ്ടില്ലല്ലോ. അയ്യോ, ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? മിണ്ടി പോകരുത്. 30 വർഷമായി ഞാൻ വേട്ട കഴിഞ്ഞു വരുമ്പോ തോക്ക് ഒരു സ്ഥലത്ത് തന്നെ വെക്കാറ്. ഇന്നലെ മാത്രം അതെങ്ങനെ മാറിപ്പോയത്? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. ഓ, ശരിയായിരിക്കാം. തോക്ക് എങ്ങും പോയതല്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പറഞ്ഞില്ലേ, ഗണ്ണ് എങ്ങും പോയിട്ടില്ല. ചെല്ല്. നടക്ക് പോവാം.